സിദ്ദിഖ് റോഷൻ. സൂപ്പർ, വെൽക്കം ബാക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്കും വിനയൻ ചേട്ടനും ന്യൂ ആണ്, ബിക്കോസ് ഹീസ് ബീൻ ഹിയർ ബിഫോർ. ഇവർക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ആണ് അല്ലേ? നാദൃഷക്കാട് കൂടെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പിന്നെ ശരി, അപ്പം ഇന്ന് എന്നെ പെർഫോം ചെയ്യുന്നേ? ഇന്ന് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ലെജൻഡ്സ് ആയിട്ടുള്ള ഒരു 7 പേർക്ക് സ്പോട്ട് അപ്പ് ആണ്. അത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 പേരുടെയും ഇമോഷണൽ ആയിട്ടുള്ള ഡയലോഗ്സ് ആണല്ലോ. ഓക്കെ, ശരി. അല്ലാതെ വോയിസസ് എടുക്കാൻ, അല്ലാതെ ഇന്റർവ്യൂവിലെ പോലെ ലൈവ് 1-2 പേരുടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സ്പോട്ടിന് ശേഷം വന്നിട്ട് എല്ലാം പ്ലാൻ ആണ്. അപ്പൊ സ്പോട്ടിന് ശേഷം ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ സ്പോട്ട് അറിയാലോ, പറഞ്ഞു തരുന്ന കാര്യമില്ല. എന്റെ സ്പോട്ട് അറിയോ എവിടെയാണ്? അവിടെയാണ്. അത് ഞാൻ തന്നെ പോയി നിൽക്കേണ്ടി വരും. ഓക്കെ, ശരി. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അനിയൻ മറ്റുള്ളവർക്കെല്ലാം വെറും വീരസിംഹൻ മാത്രമായിരിക്കാം. എനിക്കങ്ങനെയല്ല. അവൻ എനിക്കെല്ലാമായിരുന്നു. അവനെയാണ് ഹൈദർ നടു റൂട്ടിലിട്ട് വെട്ടി നുറുക്കിക്കൊന്നത്. മറന്നും പുറത്ത് ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈഷ്ണനോ അല്ല. മന്നാടിയാർ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്തൊരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോൾ ഓർമ്മിപ്പിക്കാനായി വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടാ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ വീണ്ടും പോകുന്നുവെന്ന് പറയുന്നു. കരയാൻ പാടില്ല. ഇനിയും ഏറെ ചിരിക്കുന്ന മുഖവുമായി ഒരുപാട് അഭിനയിക്കാനുള്ളത് ആമിക്ക്. കണ്ണീര് വീണാൽ ആമി മുഖത്തണിഞ്ഞിരിക്കുന്ന ഈ മാസ്ക് ഇല്ലേ, അതിളകിപ്പോകും. ഞാനുണ്ട് കൂടെ. എല്ലാവരെയും വഞ്ചിക്കുന്ന ഈ നാടകം കഴിയുമ്പോൾ ആമി എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. ഈ കഥയിൽ എൻ്റെ വേഷത്തിൻ്റെ പേര് കോമാളി, വിദൂഷകൻ, അല്ലെങ്കിൽ വെറും ഡെമ്മി? അവർക്ക് തിരുവേണ്ട. ഇന്ന് മുതലൊരു പുള്ളി ഇരിക്കുന്നവർക്ക് തിരുവേണ്ട. കയ്യിലെടുത്തുക്കര തിരുവേണ്ട. ഇപ്പൊ സത്യപ്പെടുക. ഇതുവരെ ആർക്കിട്ട് കഴിഞ്ഞിട്ടാത് सत्यमनेंगे. इतनी शिद्दत से मैंने तुम्हें पाने की कोशिश की कि हर जरा ने मुझे तुमसे मिलाने की साजिश की. कहते हैं अगर किसी चीज को दिल से चाहा तो पूरी कायनात उसे तुमसे मिलाने की कोशिश में लग जाती. आज आप सबने मुझे चाहत से मिलाए. थैंक यू वेरी मच. मेरी पार्वती, ये घर की देवी मेरी इन्हीं आंखों की सामने इसी आंगन में वारका किरकिरी थी और आखिर में उसने इन्हीं बाहों में दम तोड़ दिया. बचपन में इंडिपेंडेंस डे विजिट करता था. मुझे झंडा चाहिए. मुझे झंडा खरीद करता था. आज इतना बड़ा झंडा खरीद कर नहीं कमा करने अपने बाप को. Wow, that was super. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അവിടെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. എന്നെ ഇടയ്ക്ക് കരയിപ്പിച്ചു. ഷാറുഖ് ഖാനൊക്കെ വന്നപ്പോൾ ഞാൻ തീർന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് ശരിക്കും മൂവിയൊക്കെ കാണുന്ന ഒരു ഫീലിലോടെ തന്നെയാണ് ഞാൻ ഇവിടുന്ന് ഓരോ ആണല്ലേ. സൂപ്പർ. അപ്പം ഇവിടെ നിന്ന് തീരുന്നില്ലല്ലോ, ഇനിയുണ്ടോ? അതായത് ഇനി ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ലൈവായിട്ട് ഏതെങ്കിലും താരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഷൈൻ ടോം ചാക്കോ ഇവിടെ ലൈവായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും. എന്തായാലും നമ്മുടെ ക്യൂട്ടി ദി ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിൽ ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ. ഹായ് ഷൈൻ ചേട്ടാ. ബ്രോ സുഖമായിട്ടിരിക്കുന്നു? അല്ല, സുഖമായിട്ടിരിക്കുന്നു പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളെല്ലാവരും സുഖത്തിലല്ലോ ജീവിച്ചോണ്ടിരിക്കണത്. സുഖത്തിന് സുഖത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്താ പ്രശ്നം? അല്ല, പുതിയ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് പുതിയ സിനിമ അടിത്തട്ട് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയായിരുന്നു. അടിത്തട്ട് കണ്ടിരുന്നാ? നല്ലതാന്ന് പറഞ്ഞു. നല്ല സിനിമയാണെന്ന് പറയണത് നിങ്ങൾ കണ്ടിരുന്ന? തിയേറ്ററിൽ പോയി കണ്ടിരുന്ന? അല്ല, എങ്ങനെയുണ്ട്? തിയേറ്ററിൽ പോയി സിനിമ കണ്ടിരുന്ന? അടിത്തട്ട് കണ്ട? തിയേറ്ററിൽ പോയി സിനിമ കണ്ട എന്നോട് ചോദിച്ചു ഞാൻ പറയാ. തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല. നമ്മൾ പിന്നെ സിനിമകൾ ചെയ്യണ ആർക്ക് വേണ്ടിയിട്ടാ?
മനസ്സിലാവണ്ടേ എന്തെങ്കിലും പറയുന്ന ഇതിൽ മനസ്സിലാവണ്ട. തിരിച്ചു വരൂ. ഇത്രയൊക്കെ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഐ തിങ്ക് ഇവിടുന്ന് തന്നെ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് താര തിരുമറി കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. താര തിരുമറി അറിയാലോ എന്താ സംഭവം എന്നുള്ളത്. നമ്മളിവിടെ ഒരു ഡയലോഗ് കേൾക്കുന്നു, വേറെ ആള് പറയാൻ ആയിരിക്കും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഡയലോഗ് ഏതാന്നുള്ളത് കേട്ട് നോക്കിയാലോ? ശരി. നേരെ കയ്യോങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ക് കീറി ചോര കളിപ്പിച്ച് നിൽക്കുന്ന കണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ കൊലയാടി മോന്റെ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവും. അല്ലടാ മാസാണ്. ഇതാരാ പറയണ്ടത്? ഞാനൊരു ഓപ്ഷൻ തരാം. ഇവിടെ 3 പേരുണ്ട്. ഇതിൽ 6 വോയിസിൽ എടുത്താലായിരിക്കും അടിപൊളി. ഇവിടെ ഇരിക്കുന്നോണ്ട് പറഞ്ഞോണ്ട് ഞാൻ വിനയ് ചേട്ടന്റെ ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞാൻ മനസ്സിലാതെന്നെയാണ് വിചാരിച്ചത്. വിനയ് ചേട്ടന്റെ വോയിസിൽ തന്നെ എടുത്തോ. അല്ല, കാക്കിയിട്ടവന്റെ നേരെ കൈ ചൂണ്ടിയാ തനിക്ക് നോവൂല. കൂട്ടത്തിലൊരുത്തൻ ചങ്ക് കീറി ചോരയൊലിച്ച് നിന്നാലും തനിക്ക് നോവൂല. പക്ഷെ ഇത്രയും നീചനായിട്ടുള്ള, ഇത്രയും ദുരന്തനായിട്ടുള്ള ഒരാളുടെ മേലില് കൈവച്ചപ്പോ നിനക്ക് പൊള്ളി. എനിക്കിത് സഹിക്കാൻ പറ്റൂല. മനസ്സിലായ? എന്ത് പറയുമ്പോഴും ആ സ്പോട്ടിൽ പുള്ളിക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ. പുള്ളി ഒരുപക്ഷെ ഇത് പ്രിപ്പയർ ആയിട്ട് വന്നതല്ലല്ലോ. അപ്പൊ ആ സ്പോട്ടിൽ ചെയ്യാൻ പറ്റിയ ഭയങ്കര സ്കില്ല് തന്നെയാണ്. ശരിക്ക് സ്റ്റാർസിന്റെ വോയിസ് ഇപ്പോൾ സിനിമയിൽ ചെയ്ത ഡയലോഗ്സ് കൃത്യമായിട്ട് അതിൻ്റെ മോഡുലേഷനും അതിൻ്റെ ടോൺസ്, ഇപ്പോൾ എവിടെ പോവാ എന്ന് പറയണ എവിടെ പോവുക, ചിലർ എവിടെ പോണ് എന്ന് ചോദിച്ചു, ചിലർ എവിടെ പോവുക ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ സ്റ്റാറിൻ്റെ സ്റ്റൈൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ലാതെ നമ്മൾ ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആ ക്യാരക്ടറായിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ ആ സ്റ്റാറായിട്ട് നിന്നിട്ട് പെട്ടെന്ന് സ്പോട്ടിൽ വോയിസ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല പണിയാണ്. അടിച്ച് പൊളിച്ചുകള്. അയ്യോ ഗംഭീരായിരുന്നു. സ്പോട്ടപ്പ് അങ്ങനെ നോക്കി തന്നെ ഇരുന്നു പോയി. കാരണം അവർ തന്നെയാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില പ്രകടനങ്ങളും അതിനകത്തുണ്ടായിരുന്നു. എന്തായാലും പൊളിച്ചു അടുക്കി ഗംഭീരായി. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ പെർഫോമൻസ് ഒക്കെ ചെയ്തു. ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ തകൃതിയായിട്ട് പോകട്ടെ. ഓക്കെ.